ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രിപ്പിൾ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. നോൺ സ്റ്റോപ്പായ ചിന്തകൾ, ഓർമ്മകൾ തമ്മിൽ. എന്തുകൊണ്ടാണത് നോക്കിയാലോ? Ace of Pentacle, King of Pentacle, King of Swords, Page of Wands, Queen of Cups, Five of Swords, Knight of Pentacle, Ten of Swords, Strength, Queen of Wands, Nine of Wands, Eight of Swords, Seven of Pentacle, High Priestess, Death, World. വേൾഡ് കാർഡാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. Ace of Pentacle. ഫസ്റ്റ് തന്നെ Ace of Pentacle ആണ്. Ace of Pentacle എന്ന് വെച്ചാൽ നല്ല ഗ്രോത്ത്, ഒരുപാട് പെൻഡിക്കൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി. പുതിയ ഓപ്പർച്യൂണിറ്റി എല്ലാം വരുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മാനസികമായിട്ട് ഒന്നാണ്. നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിക്ക് നിർത്താനേ പറ്റുന്നില്ല. നിങ്ങൾക്ക് രണ്ടു പേർക്കും തമ്മിൽ നോൺ സ്റ്റോപ്പായ ചിന്തകളാണ്. അപ്പം ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി അബണ്ടൻസും കാര്യമെല്ലാം വരുന്നുണ്ട്. ഒരുപാട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്. ഒരുപാട് അബണ്ടൻസ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് അവിടെ കാണുന്നത്. അടുത്തത് നെക്സ്റ്റ് കിങ് ഓഫ് പെൻറ്റിക്കൽ ആണ്. കിങ് ഓഫ് പെൻറ്റിക്കൽ എന്ന് വെച്ചാൽ ഒരു ധനികനായ ഒരു വ്യക്തിയാണ്. ധനികനാണ്, സെൽഫിഷാണ്, വളരെ സെൽഫിഷാണ് ആ വ്യക്തി. ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുണ്ട് ആ വ്യക്തി. നിങ്ങളെ നേടിയെടുക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ടുള്ള കാർഡ്സിലെല്ലാം മനസ്സിലാവുന്നത്. നിങ്ങളിപ്പം സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ കൂടെയുള്ള സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഒരു
നല്ല ഒരു ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്നു കൂടെയുള്ളപ്പോൾ എന്നെല്ലാം ആ വ്യക്തി തിങ്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് കിങ് ഓഫ് സോഡാണ്. കിങ് ഓഫ് സോഡ് പവർഫുൾ സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. ഒരു പൂർണ്ണതയിൽ എത്തിക്കണം ഈ ബന്ധം എന്നാണ് ആ വ്യക്തി. ഒരു മെൻ്റൽ ക്ലാരിറ്റി എല്ലാം ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്, വളരെ ഈഗോ ആണ്. എന്തും പ്രാക്ടിക്കലായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും പൂത്ത് തളിർത്ത് കൊണ്ടുവരണം എന്നാണ് ആ വ്യക്തി. ഒരിക്കലും പിരിഞ്ഞു പോവില്ല ആ വ്യക്തി, പോവാൻ തയ്യാറല്ല. അത്രയും നിങ്ങളെ അത്രയും ഇഷ്ടത്തോടെയാണ് ആ വ്യക്തി ഓർക്കുന്നത്. ഈ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേ ഇല്ല ആ വ്യക്തി. അത്രയും നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്. ക്യൂൺ ഓഫ് കപ്പ്. ഇമോഷൻസ് വളരെ, രണ്ടുപേർക്കും ഓർമ്മകൾ നിർത്താനേ പറ്റുന്നില്ല. ഫസ്റ്റ് മീറ്റിൽ തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെതാണ്. ആ സ്ട്രൈക്ക് ചെയ്ത ആ മുഖം ഇനി ഒരിക്കലും ആയില്ല. ഫസ്റ്റ് ആ മുഖം അങ്ങോട്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അങ്ങ് ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ആ രണ്ടുപേർക്കും ആ മുഖം ഇനി ഒരിക്കലും ഈ ജന്മത്തല്ല ഒരു ജന്മത്തിൽ മാറ്റാൻ പറ്റാത്ത തരത്തിൽ ഉള്ളിലങ്ങനെ പതിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ മുഖം, ദേഷ്യപ്പെട്ട് പിരിഞ്ഞാലും എങ്ങനെ തെറ്റിപ്പിരിഞ്ഞാലും ആ മുഖമാണ് ഉള്ളിൽ എവിടെയും കാണുന്നത്. എവിടെ കാണുന്നതോ ആ മുഖമാണ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും കാര്യമില്ല, എന്തായാലും ഉള്ളിൽ ആ മുഖമാണ്. രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എൻ്റെ സങ്കല്പത്തിലുള്ള വ്യക്തി, മെയിലായാലും ഫീമെയിലായാലും രണ്ടുപേർക്കും ഉണ്ടാവില്ല. ഒരു പുരുഷനായാലും ഒരു സ്ത്രീ സങ്കല്പം ഉണ്ടാകും, സ്ത്രീ ആയാലും ഒരു പുരുഷ സങ്കല്പം ഉണ്ടാകും. എനിക്ക് ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ആണ് എനിക്ക് വേണ്ടത് എന്നൊരു ഉണ്ടാവില്ലേ മനസ്സിൽ. നമ്മൾ സങ്കല്പിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ ഓരോ വ്യക്തിയും. എനിക്ക് ഇങ്ങനെയുള്ളൊരു വ്യക്തിനാണ് എനിക്ക് വേണ്ടത്, എൻ്റെ വ്യക്തി അങ്ങനെയാണ്, മുഖം, ശരീരഘടന. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിനെ തന്നെ എനിക്ക് കിട്ടി എന്ന് ഉറപ്പിച്ച് പറയാം. എൻ്റെ സങ്കല്പത്തിലുള്ള വ്യക്തി. അപ്പോൾ അതിനെ ഞാൻ കണ്ടെത്തി എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നത്. ആ ഫസ്റ്റ് മീറ്റ് തന്നെ വേണോ വേണ്ടയോ, ചതിക്കോ എന്നെ ചതിക്കോ ഇട്ടേച്ച് പോവോ അങ്ങനത്തെ ഒരു ചിന്തയില്ല. എൻ്റെ വ്യക്തിയെ ഞാൻ കണ്ടെത്തി എന്നാണ് രണ്ടുപേർക്കും തോന്നുന്നത്. അത്ര ബോണ്ടിങ് ആണ്, അത്ര എന്താ പറയുക, അത്രയും മനസ്സിൽ രണ്ടുപേർക്കും ഒരു സേഫ്റ്റിയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എന്നെ വഞ്ചിക്കൂല, എനിക്ക് ഒരു പ്രൊട്ടക്റ്റ് കിട്ടിയ ഒരു ഫീൽ രണ്ടുപേർക്കും അനുഭവിക്കുന്നതാണ്. എത്ര മണിക്കൂർ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാലും ഒന്നിച്ചു നിന്നാലും അത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതാണ് അവസ്ഥ ഇവിടുത്തെ. അത്രയും നിങ്ങൾ തമ്മിൽ അട്രാക്റ്റാണ്, മാനസികമായും ശാരീരികമായും എല്ലാം. ക്യൂൺ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസാണ്. ഇമോഷണലി കണക്റ്റാണ് രണ്ടുപേർക്കും. ആ ബോണ്ടിങ്ങിൻ്റെ എന്താ പറയുക, നമ്മളുടെ ആ ബോണ്ടിങ്ങിൻ്റെ പൊരുൾ എന്താണെന്ന് അവർക്ക് രണ്ടുപേർക്കും പിടികിട്ടുന്നില്ല. എത്ര ആൾക്കാരെ കാണുന്നു, പക്ഷെ ആരോടും ഇങ്ങനത്തെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. ആ ഇമോഷണലി ആ കണക്ട്, ആ ബോണ്ടിങ് രണ്ടുപേരെയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ. രണ്ടുപേർക്കും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ
തേർഡ് പാർട്ടി കാരണം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തേർഡ് പാർട്ടീൻ്റെ പണിയെല്ലാം എടുത്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയെല്ലാം ബോണ്ടിങ് ആണെങ്കിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നേ. നോക്കാം, ഇങ്ങോട്ടുള്ള ഇതിൽ നോക്കാം. ഇവിടെ തേർഡ് പാർട്ടിയെല്ലാം കാണുന്നുണ്ട്. അപ്പം അടുത്തത് 5 ഓഫ് സോഡാണ്. സെൽഫിഷാണ്, സംഘർഷം. തേർഡ് പാർട്ടീൻ്റെ കാർഡാണ്. തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്. വളരെ ചീറ്റിങ്ങും ചതിയെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അടുത്തത് 9 ഓഫ് പെന്റിക്കിളാണ്. ഒരു 9 ഓഫ് പെന്റിക്കിൾ എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യും. എൻ്റെ സോൾമേറ്റാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. നൈറ്റ് ഓഫ് പെന്റിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയ സ്ത്രീയാണ്, ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നത്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു തല ഉയർത്തി തന്നെ നിൽക്കണം. നിങ്ങളെ നല്ല നല്ല തരത്തിൽ കൊണ്ടുപോകണം. ലൈഫ് ലോങ് നല്ല ലൈഫ് തരണം നിങ്ങൾക്ക് എന്നൊക്കെ ആ വ്യക്തി സ്വപ്നങ്ങൾ നെയ്യുന്നു. അടുത്തത് 10 ഓഫ് സോഡാണ്. 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തിയിട്ട് അത്രയും 10 സോഡുകൾ കുത്തിയിറക്കിയ വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ഓർമ്മകളിൽ. 10 സോഡ് എന്ന് പറഞ്ഞാൽ അത്രയും ശരി. തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. തേർഡ് പാർട്ടി എന്തൊക്കെയോ തേർഡ് പാർട്ടി ഉണ്ടായാലും അറിയാലോ. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ആ വ്യക്തി നല്ല എല്ലാവരും ഒറ്റപ്പെട്ടിട്ട് മനസ്സ് നുറുങ്ങുന്ന ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള തിങ്കിങ് കട്ടാവുന്നേ ഇല്ല. നോൺ സ്റ്റോപ്പായിട്ട് ഇത്ര വിഷമിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇനി ഹാപ്പി ആയിരിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇനിയിപ്പം ഉറങ്ങിയ ഡീപ്പ് ഉറക്കിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ കണക്റ്റ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം അതേ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്ന തിങ്കിങ് ആണ്, ഓർമ്മകളാണ് 2 പേർക്കും. അപ്പം ഇവിടെ ടെന്നോസോഡ് എന്ന് പറഞ്ഞാൽ അത്രയും മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും കളിച്ചിട്ട് ആ വ്യക്തിനെ അത്രമാത്രം ഒറ്റപ്പെടുത്തിയിട്ട്. അപ്പോൾ പാസ്റ്റിലെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ കൂടെ ഈ മാനസികമായിട്ട് സമ്മർദ്ദം, തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ ആ വ്യക്തി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളെ ചിന്തിക്കാതിരിക്കാൻ പറ്റണില്ല. അതാണ് അവസ്ഥ. ചിന്തിക്കാതിരിക്കാൻ പറ്റണില്ല. അടുത്തത് സ്ട്രെങ്ത്താണ്. എൻ്റെ സ്ട്രെങ്ത്താണ്. എൻ്റെ എല്ലാ എനിക്ക് ഉണ്ടായ ആ പ്രഷറും പൊട്ടിത്തെറിയും എടുത്തു ചാടി ഞാൻ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും എല്ലാം നിങ്ങളാണ് ആ വ്യക്തിനെ നേർവഴിക്ക് നയിച്ച വ്യക്തി എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത്. എന്നെ ഇത്രയും സമാധാനത്തോടു കൂടിയും നല്ല ഒരു വ്യക്തിയാക്കി മാറ്റിയത് നീയാണ് എന്നാ ആ വ്യക്തി ഓർക്കുന്നത്. എൻ്റെ സ്ട്രെങ്ത്താണ്. എൻ്റെ സ്ട്രെങ്ത്താണ്. എൻ്റെ എല്ലാമാണ്. അത്രയും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. നോൺ സ്റ്റോപ്പായ ചിന്തകളാണ്. എൻ്റെ ഓക്സിജനാണ്, എൻ്റെ സ്ട്രെങ്ത്താണ്, എൻ്റെ ഫലമാണ്, എൻ്റെ മാനസിക ധൈര്യവും എല്ലാം ആയിരുന്നു. അപ്പം എന്നിട്ട് നമ്മളാ
സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നല്ലോ. ഇത്രയും നല്ലൊരു ബന്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നതിൽ ആ വ്യക്തി വളരെ ദുഃഖിക്കുന്നു. അടുത്തത് ക്യൂണോ വൺസ് ആണ്. ക്യൂണോ വൺസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി, ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ് ക്യൂണോ വൺസ് എന്ന് പറഞ്ഞാൽ. ആ വ്യക്തിൻ്റെ നിങ്ങളുമായിട്ടുള്ള ആ തിങ്കിങ് പോലും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നോൺ സ്റ്റോപ്പായ ചിന്തകളാണ് രണ്ടുപേർക്കും ഉള്ളത്. രണ്ടുപേരെയും ഫസ്റ്റ് മീറ്റിൽ കണ്ട ആ മുഖം മനസ്സിൽ നിന്ന് മായ്ക്കാനോ, നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും, നിങ്ങൾ തമ്മിൽ പറഞ്ഞതും, നിങ്ങൾ ഔട്ടിങ്ങിന് പോയതും, അതൊക്കെ ഓർത്തിങ്ങനെ ഇപ്പം തേർഡ് പാർട്ടി കടന്നു വരും. ഇതെന്താ ഓർക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെപ്പോലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി കളിക്കുന്നത്. ബ്ലാക്ക് മാജിക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്ത് ബ്ലാക്ക് മാജിക് ചെയ്താലും നിങ്ങൾ തമ്മിലുള്ള ആ തിങ്കിങ് മാറ്റാൻ ആർക്കും കഴിയുന്നില്ല. അതങ്ങനെ നോൺ സ്റ്റോപ്പായി തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. അതിനെ ആർക്കും മാറ്റാൻ കഴിയില്ല എന്നാണ് ഇത് കാണുന്നത്. ഏത് തേർഡ് പാർട്ടിക്കും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് തകർക്കാൻ കഴിയില്ല. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതാണ്, അത്ര സ്ട്രെങ്താണ്, അത്രയും പവർഫുള്ളാണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്. അടുത്തത് 9 of Wands ആണ്. 9 of Wands എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏത് തേർഡ് പാർട്ടിനെയും തട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ്. ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടിട്ട് ആ വ്യക്തി ഓവർ തിങ്കിങ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഓവർ തിങ്കിങ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത തന്നെ അതാണ്, ഓവർ തിങ്കിങ്. അത് അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പോവാണ്. ഇതെന്താണിത്? ഒരു നിമിഷം പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ കണക്ഷൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് പ്രശ്നമാണ് തേർഡ് പാർട്ടി ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വെറുതെ ആലോചിച്ച് ഇരിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന, പിന്നെ അത്രയും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആ വ്യക്തി ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാൻ, എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? നമുക്ക് നിർത്താനേ പറ്റുന്നില്ല. ഈ ചിന്തയിൽ നിന്ന് മാറി വേറെ ഒന്നിലേക്ക് കണക്റ്റ് ആവാൻ ഒരിക്കലും പറ്റാത്തത്. ആ കണക്റ്റ് ഫസ്റ്റ് മീറ്റിൽ കണക്റ്റ് ആയത് അത് നിർത്താൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണിത്. അത്രയും സ്നേഹത്തോടു കൂടെ ആ വ്യക്തി, നിങ്ങളെന്ന വ്യക്തിയെ മുറുക്കെ പിടിച്ചിരിക്കുന്ന ഒരുപാട് ചോയ്സ് ഉണ്ട്. പക്ഷെ ആ വ്യക്തി പിടിച്ചിരിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയെ മാത്രമാണ്. രണ്ടുപേർക്കും വേറൊരു വ്യക്തിയെ കാണുക പോലും വേണ്ട, അത്രക്കും. അവർക്ക് അവരുടെ തേർഡ് പാർട്ടി ഇട്ട് കൊടുക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ നടുക്കും ആ വ്യക്തി കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ സിനിമ കാണാൻ തുടങ്ങും. എൻ്റെ ഓക്സിജനാണ്, ഒരുപാട് സ്നേഹം ഇങ്ങനെ ഓർത്തെടുക്കുക. ഒരുപാട് സ്നേഹമാണ് തോന്നുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. അത്രത്തോളം ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. കുറച്ച് സമയം കിട്ടിയാൽ മതി ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ. ആ വ്യക്തി അങ്ങ് സ്നേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ലോകത്തേക്ക് പോകുന്നൊരു വ്യക്തിയെ കാണുന്നു ഇവിടെ. തേർഡ് പാർട്ടി അവിടെ ഇങ്ങനെ മെൻ്റൽ എലൈറ്റ് എന്തൊക്കെയോ പറയും, മെൻ്റൽ എലൈറ്റ് എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പുന്നുണ്ടാവും. പക്ഷേ ആ വ്യക്തി കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഓർമ്മകളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങി ഒരു ലോകത്തേക്ക് പോകുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. അത്രത്തോളം ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഹാപ്പി ഫാമിലി കൊതിക്കുന്ന, നിങ്ങളെ പെട്ടെന്ന് വന്ന് കാണണം, അങ്ങനെയല്ലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒന്നായാൽ മതി, ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി. ഈ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അത്രക്കും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ്. നിങ്ങൾ മാത്രമേ പറ്റൂ. ഓടി നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. വന്നൊന്ന് ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം, നമ്മൾ ഈ ഹഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉള്ള മനസ്സിലുള്ള വിഷമങ്ങൾ മൊത്തം അങ്ങോട്ട് ഇല്ലാതായിത്തീരും. ആ ബോണ്ടിങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പം കപ്പിൾസും മാത്രമല്ല, നമ്മളെ മക്കളെ തന്നെ ആയാലും ഹഗ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ബോണ്ടിങ് അത് പവർഫുള്ളാണ്. നമ്മളെ മക്കളെയെല്ലാം അത്രയും
കുറച്ച് ദിവസം മാറി നിന്ന് വരുമ്പം നമ്മൾ നമ്മളെ മക്കളെ ഹഗ് ചെയ്യണം. അവർക്കത് എപ്പോഴും അവർക്കത് മിസ് ചെയ്യണം. അതുപോലെ ഇവർക്ക് മാത്രം, പ്രണയിതാക്കൾക്ക് മാത്രം പറഞ്ഞതല്ല ഹഗ് ചെയ്യല്. ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഇവിടെ ഈ വ്യക്തി ഓടി വന്ന് ഈ ടെനോസോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ എല്ലാ വിഷമം മൊത്തം ഇറക്കി വെക്കാൻ, അങ്ങനെയാണ് ആ വ്യക്തി ഓടി വരാൻ ആഗ്രഹിക്കുന്നത്. അത്രയും ഈ തേർഡ് പാർട്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് തരാൻ പറ്റും അതൊക്കെ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നൊന്ന് നിങ്ങളെ ചേർത്തൊന്ന് ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാവും ആ ഒരു മനസ്സിൻ്റെ സുഖം, ഒരു തണുപ്പ് വീണ അനുഭവമായിരിക്കും. അങ്ങനെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ തേർഡ് പാർട്ടീൻ്റെ ആയ എനർജിയിൽ നിന്ന് നിങ്ങളുടെ എനർജിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു കുളിർമ വീണ പോലത്തെ അവസ്ഥയാണെന്നാണ് ആ വ്യക്തി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിക്കാൻ മെഡിറ്റേഷനെല്ലാം ചെയ്യുന്നുണ്ട്. സ്വപ്നങ്ങളിൽ നിങ്ങളെ കാണുന്ന ഒരുപാട് പ്രശ്നമുണ്ട് ആ വ്യക്തിക്ക്, കുറച്ച് പ്രശ്നമൊന്നുമല്ല. എന്നാലും ഈ ബന്ധം തന്നെ കിട്ടുന്ന ഉറപ്പുണ്ട്. എന്തോ ഈ ബന്ധം ഒരു സ്പെഷ്യലാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറച്ച വിശ്വാസമുണ്ട് എങ്ങനെയാലും നമ്മളൊന്ന് ചേരും, നമ്മളൊന്നിച്ച് ജീവിക്കും എന്നുള്ള. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്ത് ചെയ്യാനും ഒരുക്കാണ്. അത്രയും നിങ്ങൾ തമ്മിൽ അട്രാക്റ്റാണ്. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം തന്നെ നേടിയെടുക്കണം. ഈ തേർഡ് പാർട്ടീൻ്റെ ഇതിൽ കുടുങ്ങിപ്പോയ അവസ്ഥയിൽ ആ വ്യക്തിക്കും എത്തിച്ചേരാനും പറ്റുന്നില്ല. തേർഡ് പാർട്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ തേർഡ് പാർട്ടി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ തേർഡ് പാർട്ടി ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തൊപ്പിച്ച് വച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 8 ഓഫ് സോഡാണ്. 8 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം ലോകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇപ്പം റണ്ണിങ് തേർഡ് പാർട്ടീൻ്റെ കൺട്രോള്, ഇപ്പം നിങ്ങളെക്കുറിച്ചൊന്നും ഓർക്കാൻ പോലും വിടാത്തത് തേർഡ് പാർട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സ്വപ്നങ്ങളെല്ലാം ആ വ്യക്തി നെയ്ത് കൂട്ടുന്നത് കേട്ടോ. അത്രയും സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടി. ഇവിടെ ക്യൂനോ വൺസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നിയന്ത്രണം, തടവ്, സ്റ്റക്ക്, ഭയം, അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വയം കണ്ണുകൾ തന്നെ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് 8 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഹൃദയം തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക, വെമ്പുന്ന ഹൃദയവുമായിട്ട് ആ വ്യക്തി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പുറം തിരിഞ്ഞാൽ തേർഡ് പാർട്ടി. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയ ആ സംഭവം വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളയുള്ള ഭയമുണ്ട്. അടുത്തത് ഹൈ പ്രീഷ്യസ് ആണ്. അപ്പം ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് സാധാരണ കണക്ഷൻ അല്ല. ഇത് നമ്മൾ ഫസ്റ്റ് മീറ്റിൽ തന്നെ നമുക്ക് അത് മനസ്സിലായ കാര്യമാണ്. ഫസ്റ്റ് മീറ്റിൽ തന്നെ രണ്ടുപേർക്കും ഇതാണ് എൻ്റെ വ്യക്തി, ഇതാണ് എൻ്റെ വ്യക്തി. ഇനി ഒരു ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് എൻ്റെ വ്യക്തി. എനിക്ക് പ്രപഞ്ചം നൽകിയ നമുക്കെല്ലാവർക്കും ദൈവീകമായ ഒരു കണക്ഷൻ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മളെ ദൈവീകമായ കണക്ഷൻ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പം അത്രയും പോസിറ്റിവിറ്റിയിൽ പോകുന്നവർക്ക് ആണ് ശരിയായ ദൈവികമായ കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് എൻ്റെ ദൈവികമായ കണക്ഷൻ ഇത് തന്നെ എന്നുള്ളത് ഫസ്റ്റ് മീറ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ കാര്യങ്ങളെല്ലാം പിടികിട്ടുന്നുണ്ട്. ഹൈ പ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾ പവർഫുള്ളാണ്. അടുത്തത് ഡെത്ത്. എല്ലാം ഇതുവരെയുള്ള എല്ലാ ഇതും അവസാനിച്ചിട്ട് ഒരു പുതിയൊരു തുടക്കം ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. പുതിയൊരു റീബർത്ത് വേൾഡ് കാർഡാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. അപ്പം ആ വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണ്. ആ വ്യക്തിക്ക് വേറൊരു ലോകമില്ല. നിർത്താതെ നിങ്ങളെ ചിന്തകളിൽ മുഴുകി നിൽക്കുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്.
ശ്രീരാമസ്വാമിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രീരാമസ്വാമിയാണ്. ശ്രീരാമസ്വാമി പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിൻ്റെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കാന്തികമായ ആ ഒരു അട്രാക്ഷൻ്റെ കാരണം നിങ്ങളുടെ യഥാർത്ഥ പങ്കാളിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്നാണ് ശ്രീരാമസ്വാമി പറയുന്നത്. You don't know how hard it was to let you go. നിന്നെ വിട്ടയക്കുന്നത് എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നിനക്ക് അറിയില്ല. I know I messed up everything. എല്ലാം നശിപ്പിച്ചു എന്ന് എനിക്കറിയാം. I hide who I really am from you. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിന്നിൽ നിന്നും മറച്ചു വെച്ചു. ഐ റിമെമ്പർ എവറി ഡീറ്റെയിൽ ഓഫ് ദാറ്റ് ഡേ. ആ ലാസ്റ്റ് ദിവസത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. പോലീസ് ജർമ്മനി, ജനുവരി 1000. ബിസിനസ് ട്രാവൽ യു തിരുവനന്തപുരം. വി ചിത്ര, ആലപ്പുഴ എസ്, കോട്ടയം ഒ. സ്ലിം ബോഡി ലോങ് ഹെയർ, വിശാഖം കെ. ട്വിൻ ഫ്ലെയിം പൂരാടം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.